നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അസാമിലും ഒഡീഷയിലും ഒക്കെ ഉണ്ടാകുന്ന ശക്തമായ മഴ. അസാമിൻ്റെ ഒരവസ്ഥ വളരെ ഭീകരമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയാണ്. മിന്നൽ പ്രളയത്തിൽ വലഞ്ഞ് അസാമും ഒഡീഷയും. അസാമിലെ ഒരുപാട് ആനകൾ വെള്ളത്തിൽ ഒഴുകി പോകുന്നു, വീടുകൾ തകരുന്നു, ജനങ്ങൾ ആ ഒരു വെള്ളക്കയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഒരുപാട് കന്നുകാലികൾ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന കാഴ്ചകൾ, താറാവുകൾ ഒഴുകിപ്പോകുന്ന കാഴ്ചകൾ പോട്ടെ, മനുഷ്യർ അവർ എന്തുമാത്രം കഷ്ടപ്പെടുകയാണ് എന്ന് നടക്കുമുള്ള അതിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ അതിൻ്റെ നേർക്കാഴ്ചയായി പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അസാമിലെ സ്ഥിതി വളരെ ഗൗരവകരമാണ്. 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അസാമിൽ മഴക്കെടുതിയിൽ മരണം 82ആയി. 1 ലക്ഷം പേരെയാണ് സംസ്ഥാനത്ത് മഴക്കെടുതി സാരമായി ബാധിച്ചിരിക്കുന്നത്. ശിവസാഗർ, ചരൈഡിയോ ജില്ലകളാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് അസം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ കാണാതായവരുടെ പട്ടികയിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല. ശിവസാഗർ, ഗോലാഘട്ട്, ജോർഹട്ട്, നാഗാവ്, ചരൈഡിയോ എന്നിവിടങ്ങളിൽ കനത്ത മഴ ശക്തമാണ്. നിലവിൽ 54 ദുരിതാശ്വാസ ക്യാമ്പുകളായി 12,994 പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. 15,430 ഹെക്ടർ കൃഷിയിടങ്ങളും മഴയിൽ മുങ്ങി. കനത്ത മഴ പെയ്യുന്ന ജില്ലകളിൽ നിരവധി വീടുകളും റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നു. പ്രളയബാധിത പ്രദേശങ്ങളിൽ 6 മാസത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയിലും പ്രളയത്തിലും 5 മരണം റിപ്പോർട്ട് ചെയ്തു. ദക്ഷിണ പടിഞ്ഞാറൻ ഒഡീഷയിൽ ചില ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുണ്ട്. ഛത്തീസ്ഗഡിന് മുകളിലുള്ള ന്യൂനമർദ്ദം പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുന്നതിനാൽ മഴയുടെ അളവ് കുറയുമെന്നാണ് കരുതുന്നത്. 7 ലക്ഷത്തോളം പേരെയാണ് മഴക്കെടുതി ബാധിച്ചത്. സംസ്ഥാനത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഗുജറാത്തിൽ ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പുണ്ട്. 16,500 പേരെ മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായി. വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 41ഓളം പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. 30 ദുരിതാശ്വാസ വിതരണ കേന്ദ്രങ്ങൾ വഴി 72,000-ലധികം ആളുകൾക്ക് സഹായം എത്തിക്കുന്നുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങളിൽ വിവിധ രക്ഷാപ്രവർത്തന ഏജൻസികൾക്കൊപ്പം മെഡിക്കൽ വെറ്റിനറി സംഘങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രളയത്തിൽ റോഡുകൾ, വീടുകൾ, സ്കൂളുകൾ, മറ്റു പൊതുമുതൽ, നദികളിലെ തടയണകൾ എന്നിവയ്ക്ക് വ്യാപകമായ നാശനഷ്ടമുണ്ടായി. 11,000-ലധികം മൃഗങ്ങൾ ഒഴുക്കിൽപ്പെട്ടതായും 17,000-ലധികം കന്നുകാലികളെ പ്രളയം ബാധിച്ചതായും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ സ്ഥിതി ഇപ്പോൾ രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി. എന്താണ് കേരളത്തിലെ നിലവിലെ സ്ഥിതി? മഴ മുന്നറിയിപ്പുണ്ടോ എന്നതടക്കമുള്ള വിശദാംശം കൂടി നോക്കാം. പ്രത്യേകിച്ച് ഈ അസാമിലെയും ഒഡീഷയിലെയും ഒക്കെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തുന്നുണ്ട്. മഴക്കെടുതിയുടെ വ്യാപ്തിയെക്കുറിച്ചും നിലവിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്തൊക്കെ വെല്ലുവിളികളാണ് ജനങ്ങൾ നേരിടുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞതായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ അറിയിക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും ദുരിതബാധിതരായ ഓരോ കുടുംബത്തിലേക്കും സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ദുരിതാശ്വാസ, പുനരധിവാസ, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഹിമന്ത ബിശ്വ കൂട്ടിച്ചേർത്തു. നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ സ്ഥിതി നോക്കാം. വിശദമായ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഉരുൾപൊട്ടലിൽ ചില ജീവനുകൾ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ മഴ ദുരിതം തീർത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പലയിടങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി. ഇന്നലെ രാത്രിയിലെ ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം പൊന്മുടിയിലും മണ്ണിടിച്ചിൽ. പൊന്മുടിയിലെ ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചു. കല്ലാർ പൊന്മുടി റോഡിൽ 12-ാം വളവിലും 22-ാം വളവിനടുത്ത് ഇഡിയ കോവിലിന് സമീപത്തുമാണ് മണ്ണിടിച്ചിലുണ്ടായത്. രാത്രി മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ടായി. ഇതേ തുടർന്നാണ് പൊന്മുടിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാകാം മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണ് നിഗമനം. പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. വിതുരയിൽ നിന്ന് ഫയർഫോഴ്സ് പുറപ്പെടുകയും ചെയ്തു. ഇങ്ങോട്ടേക്ക് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് നെല്ലിയാമ്പതിയും അടച്ചു. ഇന്നും നാളെയും വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് കൊല്ലം ജില്ലയിലെ കുംഭാവ ഉരുട്ടി വെള്ളച്ചാട്ടം അടച്ചു. ഇവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. അച്ചൻകോവിൽ മേഖലയിൽ ഉൾവനത്തിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. അതേസമയം കനത്ത മഴയെ തുടർന്ന് മീനച്ചിലാറ്റിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സമീപ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പാലാ ഈരാറ്റുപേട്ട റോഡ് വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് ഈ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മണിമലയാറ്റിലും വെള്ളം ഉയരുന്നുണ്ട്. മണിമലയാറിന്റെ കൈവഴി നിറഞ്ഞ് കുട്ടിക്കൽ റോഡിൽ ഗതാഗതം മുടങ്ങി. തീക്കോയി 30 ഏക്കർ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി. മൂന്നിലവ് വലിയമംഗലം ഭാഗത്ത് വെള്ളം കയറി. ഇതോടെ പ്രദേശത്തെ ഗതാഗതം സ്തംഭിച്ചു. ഇടമരുക് വാഗക്കാട് റോഡ്, ഇടമരുക് പൈകട പീടിക റോഡ് തുടങ്ങിയ വഴികളിലും വെള്ളം കയറി. പൂഞ്ഞാർ പള്ളിവാതിൽ ഭാഗത്തും റോഡിലും കെട്ടിടങ്ങളിലും വെള്ളം കയറി. ഇളങ്കാട് വല്യേന്ത ഭാഗങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യമാണ്. മുൻകരുതൽ നടപടിയായി പലയിടത്തും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. കൂട്ടിക്കൽ, ചപ്പാത്ത്, കോസ്വേ, പഞ്ചായത്ത് ഓഫീസ് പടി എന്നിവിടങ്ങളും വെള്ളത്തിനടിയിലാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥൻ ശേഖർ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കാം. സംസ്ഥാനത്ത് പത്തനംതിട്ട മുതൽ ഇടുക്കി അതിർത്തി വരെയാണ് മഴക്കെടുതി ഉണ്ടായിരിക്കുന്നതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ശേഖർ കുര്യാക്കോസ് പ്രതികരിച്ചു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ 24 മണിക്കൂർ പോലും ആയില്ല. അതിനു മുന്നേ തന്നെ 302 മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത്. ലാഹയിൽ കിട്ടിയതാകട്ടെ 260 മില്ലിമീറ്റർ മഴയാണ്. ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അവിടെ നിന്ന് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി കുറയാൻ അത് സഹായകമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മീനച്ചിലാറിൽ ഉയർന്ന വെള്ളം 3 മണിക്കൂറിൽ താഴുമെന്നും ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കി. തെക്കൻ ജില്ലകളിൽ മഴ കുറയും. റവന്യൂ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 100ഓളം സ്ഥലങ്ങളിൽ റോഡുകളിൽ മണ്ണും മരങ്ങളും വീഴുന്ന സാഹചര്യമുണ്ടായി. പലയിടത്ത് വെള്ളപ്പൊക്കമുണ്ടായി. അത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പർ കുട്ടനാടും ആലപ്പുഴയും കൂടുതൽ ജാഗ്രത വേണമെന്നാണ് ശേഖർ കുര്യാക്കോസ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ മഴ കുറയുന്നുണ്ട്. എറണാകുളം മുതൽ വടക്കോട്ട് മഴ ശക്തിപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി നമുക്ക് മഴ മുന്നറിയിപ്പ് നോക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പ് നോക്കാം. 8 ജില്ലകളാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ മുതൽ കൂടുതൽ മഴ കിട്ടുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഓറഞ്ച് അലർട്ട് നോക്കാം. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. മഞ്ഞ അലർട്ട് നോക്കാം. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. നഗരപ്രദേശങ്ങളും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. പൊതുജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ശക്തമായ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകുക. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകൾ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണാം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വെക്കണം.